Malakari Galati. കുമാരേട്ടൻ, ശങ്കർ മാമൻ, ബാക്കി എല്ലാവർക്കും സ്വാഗതം ആശംസിക്കാണ്. കൂടുതൽ ദീർഘിക്കുമ്പോൾ സംസാരിക്കാനുള്ള നേരമില്ല. 10 മണിക്ക് അവർക്ക് സ്റ്റേജ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞു. നന്ദി, നമസ്കാരം. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഉണ്ണിയേട്ടനെ അധ്യക്ഷനായി ക്ഷണിച്ചുകൊണ്ട് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി വിളിക്കുന്നു. സ്നേഹം നിറഞ്ഞ ഭക്തജനങ്ങളെ, സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, നമ്മുടെ ഉത്സവം എല്ലാ കൊല്ലവും നടക്കുന്നത് തന്നെ ഏറ്റവും ഭംഗിയായി നടക്കാൻ മുത്തപ്പൻ്റെ അനുഗ്രഹവും ഭക്തജനങ്ങളുടെ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ആദ്യമേ പറഞ്ഞു.
ഇത്രയും ഒരു വിഷമമുള്ള കാര്യം, നമ്മുടെ മതില് നമ്മുടെ ഇടിഞ്ഞു പോയി. ഈ മഴയത്ത് വളരെയധികം കഷ്ടപ്പെട്ടു. അതിൻ്റെ പണി നമുക്ക് ഉത്സവം കഴിഞ്ഞപാട് തുടങ്ങണം. എസ്റ്റിമേറ്റ് തന്നിരിക്കുന്നത് 8 ലക്ഷം രൂപയാണ്. അപ്പോൾ ഞാൻ പെരുവകയിൽ ഓരോ വീടും കയറി പാവങ്ങളും അതേപോലെ പണക്കാരും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാ വീടും കയറി പറഞ്ഞിരിക്കുന്നത് 1000 രൂപ കുറയാത്തൊരു പൈസ തരാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്സവം കഴിഞ്ഞപാട് നമുക്ക് അതിൻ്റെ പണി തുടങ്ങണം. കുളത്തിൻ്റെ പണി വഴിക്കായിരിക്കുകയാണ്. ആ പൈസയാണ് നമുക്ക് ഉത്സവത്തിന് കിട്ടാൻ ചാൻസ് ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ മതിലിൻ്റെ പണിയെടുക്കാൻ. അപ്പോൾ മതിലിൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ അടുക്കള കൃത്യമായി പറഞ്ഞാൽ ആകാശത്താണ്, അടിയിൽ മണ്ണിൽ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ റോഡ് നോക്കിയാൽ മതി, ആ മണ്ണും കൂടി ഇടിഞ്ഞു പോയാൽ അടുക്കളയിൽ പോകും. അത് വളരെ നന്നായി രാജേട്ടൻ റോഡിൻ്റെ നിന്ന് തന്നെ പൊടിച്ച് റോഡിൻ്റെ അടി താഴ്ത്തിക്കൊണ്ടുവന്ന സാധനമാണ്. അതുകൊണ്ടാണ് അത് എവിടെയും പോകാൻ നിൽക്കുന്നത്. അപ്പോൾ രാജേട്ടന് പ്രത്യേകം ഒരു നന്ദി അറിയിക്കുന്നു. അത് കൂടാതെ തന്നെ നമ്മുടെ കുറേ പദ്ധതികളുണ്ട്, ബാത്റൂമിൻ്റെ പരിപാടി, കുറേ നല്ല പദ്ധതികൾ. അതിന് വേണ്ട നന്ദിയോടെ അവരെ ഓർക്കുകയാണ്. അതിൻ്റെ പൈസ വന്നു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ ഏകദേശം 1.40 വന്നു. അതിനുശേഷം 60 രൂപ പണി നടന്നുകൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുള്ളൂ. ആ 2 ലക്ഷത്തിനൂടെ 6 ലക്ഷം കൂടി വേണം. അതാണ് അതിൻ്റെ സത്യം. എന്തായാലും എല്ലാവരും സഹകരിച്ച് ഒറ്റ മനസ്സോടെ പെരുവകക്കാരും തമ്മനക്കാരും നെല്ലത്തുവയലുകാരും പരിശുദ്ധക്കാരും എല്ലാവരും മാനന്തവാടിയിലെ മുഴുവൻ ജനങ്ങളും ഭക്തജനങ്ങളും നാട്ടുകാരും എല്ലാവരും സഹകരിച്ച് ആ മതിലിൻ്റെ പണി നമുക്കൊരു ഏപ്രിൽ മാസത്തോടെ, മാർച്ച് ഏപ്രിൽ 2 മാസത്തോടെ, മാർച്ച് ഏപ്രിൽ എന്നിട്ട് വിഷു തന്നെ ഉദ്ഘാടനം എന്ന രീതിയിലേക്ക് കൈകാര്യം ചെയ്യണമെന്ന് അറിയിക്കുന്നു. എല്ലാ വീടുകളിലും പോയിട്ട് നമ്മൾ 1000 രൂപ ചോദിച്ചിട്ടുണ്ട്. അവരൊക്കെ തരാതെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഉത്സവത്തിൽ ഒരു തിരക്കായതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ദേവസ്വം ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഉത്സവമായ ഇന്ന് ഇവിടെ വളരെയധികം വിവിധയിനം കലാപരിപാടികളാണ് നടക്കുന്നത്. പിന്നെ ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ പേരിലും പിന്നെ ആഘോഷ കമ്മിറ്റിയുടെ പേരിലും ഞാൻ ആശംസ അറിയിക്കുന്നു. മഠക്കരയിലെ ഇക്കൊല്ലത്തെ ഉത്സവം ഭംഗിയായി നടത്താൻ വേണ്ടി കാട്ടിക്കൊള്ളും. അതിനൊന്നും എനിക്ക് പറയാനില്ല. ഇക്കൊല്ലം 8-ാം തീയതി നടേരത്തിനായി അധികാരിപ്പെടാൻ യോഗം കിട്ടിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുത്തപ്പമഠത്തിലെ പ്രസിഡന്റ് ശ്രീ ശശികുമാർ എം പി, മുത്തപ്പമഠത്തിലെ മുടയൻ ശ്രീ ശങ്കരൻ, ബാക്കി വേദിയിലും സദസ്സിലിരിക്കുന്ന
ഇല്ല. ജനങ്ങളുടെ ഭക്തജനങ്ങളുടെ സഹായങ്ങൾ മാത്രമുള്ള ഒരു അമ്പലമാണ് മുത്തപ്പൻ മടപ്പുര. അതേപോലെ തന്നെ അറിഞ്ഞു കണ്ടും അന്നദാനം വിളമ്പി ഭക്തജനങ്ങളുടെ വയറ് നിറയ്ക്കുന്ന ഒരു അമ്പലമാണ് മുത്തപ്പൻ മടപ്പുര. എനിക്ക് എൻ്റെ അറിവിൽ ശരിയാണെങ്കിൽ മുത്തപ്പൻ മടപ്പുര എന്ന് പറയുന്നത് വയനാട്ടിലെ നമ്മുടെ തിരുവ മുത്തപ്പൻ മടപ്പുരയാണ് ഏറ്റവും നമ്പർ 1. നമ്മളെ അനുകരിക്കുന്ന ഒരുപാട് അമ്പലങ്ങളുണ്ട്. അതിന് ഉദാഹരണം തോന്നിച്ചാൽ മലക്കാട് ശിവക്ഷേത്രം നമ്മളെ അനുകരിച്ചിട്ട് ഇപ്പൊ മാസത്തിൽ അന്നദാനം കൊടുക്കുന്നുണ്ട്. അതിന് വലിയൊരു പുണ്യമില്ല. ഏറ്റവും കൂടുതൽ പിന്നെ ആൾക്കാർ ഇപ്പൊ ചോദിക്കുന്നത് അടുക്കളയിലും അന്നദാന ഹാളിലും മുത്തപ്പൻ മടപ്പുരയിലും ഇപ്പൊ ഇവിടെയും കൂടി ചെയ്തിരിക്കുകയാണ്. വളരെ ഭംഗിയായി. എന്നെ മിനിഞ്ഞാന്നാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ വന്നോളൂ, എന്താ സംവിധാനമൊക്കെ ആക്കാന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ വന്നിട്ട് പോയിട്ടില്ല, അതാ സത്യം. ഇവിടെ തന്നെ നിൽക്കുവാണ്. വളരെ ആക്റ്റീവായി വളരെ നന്നായിട്ട് നിൽക്കുന്ന ആളാണ്. ഈ ചാനലുകളൊക്കെ യൂട്യൂബിൽ വരും, അതേപോലെ തന്നെ ബാക്കിയുള്ള ചാനലിലൊക്കെ വരുന്ന ഒരു സംവിധാനമാണ്. അതിന് പ്രത്യേകം തന്നെ നന്ദി അറിയിക്കുന്നു. പുള്ളിക്ക് വേണ്ട സപ്പോർട്ടുകൾ നമ്മൾ ആരാണ് ചെയ്തു കൊടുക്കുക. ഞാൻ അമ്പലം വന്നത് മുതൽ അല്ലെങ്കിൽ ഞാനിവിടെ പ്രസിഡൻ്റായ മുതലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ച് അറിവുള്ള കാര്യമൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. രാമേട്ടനുള്ള കാലത്തും അതേപോലെ രാമേട്ടൻ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ എനിക്ക് അറിവുള്ളത് ഞാൻ ശങ്കരമാവനും രവിയേട്ടനും കൂടി കുറച്ചൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ ആരോടും ചോദിച്ചാൽ കറക്റ്റായി പറയാൻ കൊടുക്കുള്ളൂ. കമ്മിറ്റിയിലെ കമ്മിറ്റി എല്ലാ ആളെയും നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നന്ദി പറയും നമ്മുടെ വാർഡസമിതി മഹിള അമ്മമാരും സഹോദരിമാരും. കോമഡി ഉത്സവം രാജേഷ് വയനാട് നയിക്കുന്ന മിമിക്സ് ഗാനമേള ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ ഭക്തജനങ്ങളും മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് പെരുവക അവതരിപ്പിക്കുന്ന വയലിൻ പരിപാടിയാണ്. ഹൃദയ രാഹുൽ, ഗൗരി നന്ദന, അക്ഷ്മിക, ഋതു വർമ്മ, അനന്യ, അഭിരാം എത്രയും പെട്ടെന്ന് സ്റ്റേജിലെത്തണമെന്ന് അറിയിക്കുകയാണ്. ഹൃദയ രാഹുൽ, ഗൗരി നന്ദന, അക്ഷ്മിക, ഋതു വർമ്മ, അനന്യ, അഭിരാം എത്രയും പെട്ടെന്ന് സ്റ്റേജിലെത്തണമെന്ന് അറിയിക്കുകയാണ്. കേട്ടു സങ്കടത്തിൽ കഷ്ടപ്പെട്ടു പോകുന്നില്ല. മേലോട്ട് പൊന്തിക്കല, താഴോട്ട് മേലോട്ട് താഴോട്ട് ആക്കി. അത് പൊന്തിക്കല, മോട്ട് പൊന്തിക്കല. ഇപ്പുറത്ത് ഓടിക്കണം, ഇപ്പുറത്ത് പൊന്തിക്കണം, അല്ല ഓരോ കാൽമേൽ മാറിയേ. ഒരു 7 ആളെ കയറ്റോ.